എല്ലാവർക്കും പ്രഭാതവന്ദനം. ചില ഓർമ്മകൾ നമ്മളെ ആത്മീയതയിലേക്കും അതോടൊപ്പം സംശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ പനമരം പാദ്രെ പിയോ ആശ്രമത്തിൽ ഞാൻ അംഗമായിരുന്നപ്പോൾ വലിയ ഒരു ആത്മീയ അനുഭവത്തിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നെ ഈ ഒരു വൈദിക സന്യാസ ജീവിതത്തിലേക്ക് പറഞ്ഞുവിട്ട, എനിക്ക് ആത്മീയമായും വ്യത്യസ്തമായ രീതികളിലും പ്രചോദനമായി തീർന്ന വൈദികനാണ് മാനന്തവാടി രൂപതയിലെ തോമസ് തൈക്കുന്നും പുറമച്ചൻ. അദ്ദേഹമാണ് എന്നെ സെമിനാരിയിലേക്ക് അയച്ചത്. ഞാൻ പനമരം പാദ്രെ പിയോ ആശ്രമത്തിൽ അംഗമായിരുന്നപ്പോൾ അദ്ദേഹം കേണിച്ചിറ പള്ളിയിൽ വികാരിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ, ഇപ്പോഴും അദ്ദേഹം അങ്ങനെ വിളിക്കാറുള്ളത്, ഞാൻ കുറച്ചു നാളത്തേക്ക് കാനഡയിൽ പോവുകയാണ്. ആ കാലഘട്ടത്തിൽ ഈ കേണിച്ചിറ ഇടവകയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാവോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അച്ഛൻ പോയിട്ട് വരുന്നത് വരെ ഞാൻ ഈ ഇടവക നോക്കിക്കൊള്ളാം. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടുകൂടെ അച്ഛൻ വരുന്നത് വരെ ഞാൻ കേണിച്ചിറ ഇടവകയുടെ വികാരിയായി. ഒത്തിരി നന്മകൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായി ഞാൻ കാണുക. ഹ്രസ്വകാലത്തേക്ക് മാത്രമേ അവിടെ ഉള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരസ്പർശനം ഏറ്റുവാങ്ങിയ ശുശ്രൂഷകൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും യോജിക്കില്ല എന്ന് കരുതിയ ബന്ധങ്ങളെ യോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലത്തിനിടയിൽ വിവാഹങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. വിഘടിച്ചു നിന്ന രണ്ട് കുടുംബങ്ങളെ സംയോജിപ്പിച്ചിട്ടുണ്ട്. എന്നും ആ കാലഘട്ടത്തെ കൃതജ്ഞതയോടുകൂടെ നോക്കുന്ന സഹോദരങ്ങളുണ്ട് എനിക്ക് കേണിച്ചിറയിൽ. എനിക്കൊരു അൾത്താരബാലനുണ്ടായിരുന്നു. അർബുദ രോഗത്തിൽ നിന്ന് പതിയെ പതിയെ രക്ഷപ്പെട്ട് വീണ്ടും അൾത്താര ശുശ്രൂഷയിൽ തീഷ്ണമതിയായി തീർന്ന മെൽവിൻ. നിഷ്കളങ്കമായ പുഞ്ചിരി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കൃത്യനിഷ്ഠമായി തൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും, എന്തിന്, കേണിച്ചിറ പള്ളിയുടെ അടുത്തായതുകൊണ്ട് പള്ളിയോട് ഒത്തിരിയധികം ചേർന്ന് നിന്ന ഒരു കുടുംബം. അതിനാൽ തന്നെ ആ കുടുംബത്തോട് ഒരു നല്ല സൗഹൃദമുണ്ടായിരുന്നു. രോഗിയായ ഈ മെൽവിനോട് ഒരു വ്യത്യസ്തമായ അടുപ്പവും ഉണ്ടായിരുന്നു. വാത്സല്യം, കരുണാർദ്രമായ സാമീപ്യം. കാരണം രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞ്, അതും പ്രാർത്ഥനയിലൂടെ രക്ഷപ്പെട്ട കുഞ്ഞ് എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എപ്പോഴും ആ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കാനഡയിൽ നിന്ന് അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് എൻ്റെ ശുശ്രൂഷ മേഖലയായ ധ്യാന പരിപാടിയിലേക്ക് വീണ്ടും മുഴുകി. അങ്ങനെ ഒരു വേളയിൽ കാസർഗോഡ് പടിമരുത് എന്ന സ്ഥലത്ത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വിളി വന്നു. ഞാൻ കേട്ട വിവരം ഇപ്രകാരമാണ്: മെൽവിൻ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ധ്യാനം കഴിഞ്ഞിട്ടില്ല,
പിറ്റേ ദിവസം കൂടി ധ്യാനമുണ്ട്. ഞാനൊരു തീരുമാനം എടുത്തു. ഈ രാത്രിയിൽ തന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അത് കഴിഞ്ഞ് നാളെ വൈകുന്നേരം വന്ന് ധ്യാനം അവസാനിപ്പിക്കാം. അന്ന് ധ്യാനം അവസാനിപ്പിച്ച് രാത്രി തന്നെ യാത്ര ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. വേദന നിർമ്മാർജ്ജന മുറിയിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. അവൻ്റെ അപ്പയും അമ്മയും സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. ഞാൻ പതിയെ പതിയെ അവൻ്റെ അരികിലേക്ക് ചെന്നു. മെൽവിൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടക്കുക. ക്ഷീണിതനാണ്. ഞാൻ ചെന്ന മാത്രയിൽ അവൻ എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു അച്ഛൻ വരുമെന്ന്. എനിക്കറിയാമായിരുന്നു അച്ഛൻ വരുമെന്ന്. ഞാൻ പതിയെ എൻ്റെ കരമെടുത്ത് അവൻ്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ചാണല്ലോ ഈ കുഞ്ഞിനെ അങ്ങ് തിരികെ എടുക്കുന്നത്. അങ്ങയുടെ വേദനകളോട് ചേർക്കപ്പെടുന്ന ഇവൻ്റെ സഹനത്തെ അങ്ങൊന്ന് കുറച്ചു കൊടുക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടി അവൻ്റെ നെറ്റിത്തടത്തിൽ ഒരു കുരിശ് വരച്ച് കുറച്ചു നേരം അവിടെ നിന്ന് എൻ്റെ ധ്യാന പരിപാടിക്കായി ഞാൻ വീണ്ടും തിരികെ പോന്നു. അന്ന് വൈകുന്നേരം ധ്യാനം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു കോൾ വന്നു. അച്ഛാ, മെൽവിൻ ഈ ലോകത്ത് നിന്ന് തമ്പുരാന്റെ അരികിലേക്ക് പോയി. ഞാൻ രണ്ടാമതൊരു ചിന്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാത്തത് കൊണ്ട് അവൻ്റെ അവസാനത്തെ മൊഴി ഞാൻ കേട്ടു. അച്ഛാ, പുഞ്ചിരിച്ചുകൊണ്ട് അവൻ എന്നെ വിളിച്ചത് ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അച്ഛാ, എനിക്കറിയാം അച്ഛൻ വരുമെന്ന്. ഞാൻ അച്ഛനെ കാത്തിരിക്കുമായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ കാണാതെ പോയെങ്കിൽ, ധ്യാനമല്ലേ, ഈ ധ്യാനം കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ആ വാക്കെനിക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എവിടെയൊക്കെയോ നല്ല സമറിയക്കാരനാകാനുള്ള ക്ഷണമുണ്ട് നമുക്ക്. നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ചിലതൊക്കെ ഗവനിക്കാതെ പോകുന്നില്ലേ? ആരൊക്കെയോ തളർന്നു കിടക്കുമ്പോൾ എൻ്റെ സ്വാർത്ഥതയുടെ ലോകത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സുഖത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകുമ്പോൾ നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട് എന്ന തിരിച്ചറിവ് നമ്മളിൽ ധ്യാനമാകണ്ടേ? ആരൊക്കെയോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാത്തിരിക്കുന്നവരുടെ അരികിലേക്ക് പോകാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ജീവിത വഴികളിൽ നമുക്ക് കരുത്തായി മാറുന്നത്. ജെറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്ക് പോയ ഒരു സമറിയക്കാരനാകാൻ പറ്റുമോ നിനക്ക്? നിന്റെ തിരക്കിന്റെ യാത്രകൾക്കിടയിൽ ആരൊക്കെയോ വഴിയോരങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കുന്നുണ്ട് എന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
നിനക്ക് ചിലപ്പോൾ സൗഖ്യം കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ നിന്റെ സാന്നിധ്യം കൊണ്ട് നീ കൊടുക്കുന്ന ഒരു സൗഖ്യം ഔഷധത്തെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയണം. ആ കുഞ്ഞിൻ്റെ, അതായത് മെൽവിൻ്റെ വാക്ക് ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. അച്ഛാ, എനിക്കറിയാമായിരുന്നു അച്ഛൻ വരുമെന്ന്. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് പറഞ്ഞു കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കാത്തിരിക്കുന്നവരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടോ? കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടോ? ചിലപ്പോ കഞ്ഞി വിളമ്പി കാത്തിരിക്കുന്ന അമ്മ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ സ്നേഹത്തിനു വേണ്ടി, നിന്റെ പരിഗണനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ ജീവിത പങ്കാളി അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ തലോടലിന് വേണ്ടി കൊതിക്കുന്ന നിന്റെ മകനോ മകളോ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് നീ പറയുന്ന ന്യായം സമയമില്ലായിരുന്നു എന്നാണ്, എനിക്ക് സമയം കിട്ടിയില്ല എന്നാണ്. മക്കളെ, സമയമെന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് തടസ്സമല്ല. സമയമെന്ന് പറയുന്നത് നമ്മൾ രൂപപ്പെടുത്തുന്നതാണ്. ആരൊക്കെ നിന്നെ നോക്കി സമയമില്ലായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നോ, അന്നു മുതൽ എൻ്റെ കുഞ്ഞെ നീ ഓർത്തുകൊള്ളണം, ബന്ധത്തിൻ്റെ മാധുര്യം പതിയെ പതിയെ പടിയിറങ്ങി തുടങ്ങിയെന്ന്. ആരൊക്കെ നിന്നെ നോക്കി സമയം കിട്ടിയില്ലാട്ടോ എന്ന് പറയുന്നുണ്ടോ, അത്രമാത്രമേ ഉള്ളൂ ബന്ധത്തിൻ്റെ ആഴമെന്ന് ഗ്രഹിക്കാനുള്ള വിവേകമുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അവിടെ നിനക്ക് പ്രതീക്ഷ വേണ്ട. ബന്ധങ്ങൾ അവസാനിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്ന ഒരു ന്യായമാണ് സമയം കിട്ടിയില്ല, സമയമില്ല. ആരൊക്കെ അത് നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, കുഞ്ഞെ ധ്യാനിക്കുക. ബന്ധത്തിൻ്റെ ഊഷ്മളത കുറഞ്ഞു തുടങ്ങി, ബന്ധത്തിൻ്റെ ആർദ്രത നഷ്ടപ്പെട്ടു തുടങ്ങി. എവിടെയൊക്കെയാണോ സമയമില്ലായ്മ അനുഭവപ്പെടുന്നത് അവിടെ ബന്ധങ്ങളില്ല. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ സന്നിധിയിൽ 1000 വത്സരങ്ങൾ അസ്തമിച്ച ഒരു ദിനം പോലെയാണ്. ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യം സമയത്തിൻ്റെ പരിധിക്ക് അതീതമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. കാലാതീതമാണെന്ന് തിരിച്ചറിയണം, സമയാതീതമാണെന്ന് തിരിച്ചറിയണം. കാലാതീതവും സമയാതീതവുമായ യാഥാർത്ഥ്യത്തിൽ മാത്രമേ യഥാർത്ഥമായ ബന്ധം പുലരുകയുള്ളൂ. സമയത്തിൻ്റെ വേലികെട്ടി ബന്ധങ്ങളെ വേണ്ടെന്ന് വെക്കുന്നവർ ഓർത്തുകൊള്ളുക, സമയം നിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നുണ്ടോ? യഥാർത്ഥമായ ബന്ധത്തിൽ സമയമെന്ന യാഥാർത്ഥ്യം പതിയെ പതിയെ മറഞ്ഞിരിക്കുമെന്നറിഞ്ഞുകൊള്ളുക. ആത്മീയ ചേതനയ്ക്ക് വിഘാതമാണ് സമയം. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് അവൻ അജാതനാണ്, നിതാന്തനാണ്. അതായത് സമയത്തിനും കാലത്തിനും അതീതനാണ്. കാലാതീതമായ, ദേശാതീതമായ ഒരു യാഥാർത്ഥ്യത്തിന് മാത്രമേ ദൈവം എന്ന പേര് ചേരുകയുള്ളൂ. അവൻ ഒന്നിലും ഒതുങ്ങിപ്പോവുകയില്ല, ഒന്നിലും കുറഞ്ഞു പോവുകയില്ല. അസ്തമിക്കാത്ത യാഥാർത്ഥ്യത്തെ ദൈവത്തിൻ്റെ ചൈതന്യമായി കാണുമ്പോൾ അവൻ്റെ സ്നേഹമെന്ന യാഥാർത്ഥ്യം ഒരിക്കലും അസ്തമിക്കുകയില്ല. സ്നേഹത്തിന് പരിധികളില്ല, സ്നേഹത്തിൻ്റെ ഉള്ളിൽ കണക്കുകൂട്ടലുകളില്ല, സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് കിട്ടുമെന്നുള്ള ചിന്തയില്ല. കൊടുക്കാനുള്ള ആർദ്രതയാണ്, കൊടുക്കാനുള്ള ആത്മാർത്ഥതയാണ് യഥാർത്ഥമായ സ്നേഹത്തിൽ നാം കണ്ടെത്തുക. അതിനാൽ സമയം ജീവിതത്തിൻ്റെ ഒരു തടസ്സമല്ല. ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന സമയമില്ല എന്ന വാക്കുകളെ ജീവിതത്തിൽ നിന്നെടുത്തു മാറ്റി ആത്മാർത്ഥമായ ബന്ധങ്ങളെ രൂപപ്പെടുത്താൻ, നമ്മുടെ സമയങ്ങളെ പങ്കിട്ടു കൊടുക്കാൻ
കഴിയുന്ന വിധത്തിൽ വഴിയോരത്തിൽ മുറിവേറ്റ് കിടക്കുന്നവന്റെ സവിധത്തിലണയാൻ, നമ്മുടെ യാത്രയിൽ നമ്മൾ ശേഖരിച്ച എണ്ണയും വീഞ്ഞും ഒഴിക്കാൻ, അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൂട്ടിവെക്കാതിരിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാൻ നമ്മൾ എപ്പോഴൊക്കെ പ്രാപ്തമാക്കപ്പെടുന്നോ അപ്പോഴറിയാതെ നമ്മളിലേക്ക് ഒരാനന്ദം കടന്നു വരും. ആ ആനന്ദമാണ് മെൽവിൻ്റെ വാക്കുകളിൽ ഇന്നും എൻ്റെ ചെവിനാമ്പുകളിൽ മുഴങ്ങുന്നത്. അച്ഛാ, എനിക്കറിയാമായിരുന്നു അച്ഛൻ വരുമെന്ന്. ജീവിതമുള്ളിടത്തോളം കാലം ഞാൻ അത് മറന്നു പോകുവോ? ആ കുഞ്ഞിൻ്റെ മുഖം മറന്നു പോകുവോ? അവൻ്റെ മാതാപിതാക്കൾ പോലും അവൻ മറന്നാലും എനിക്ക് ഈ ഒരു വാക്കുമതി അവനെ ഓർത്തെടുക്കാൻ. ഈ ഒരു വാക്കുമതി എനിക്ക് ധ്യാനമാക്കാൻ. എൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ ആരെയെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് ജീവനില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. എൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ ആരെയെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. വാക്കുകളെ ജീവനുള്ളതാക്കി തീർക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മുടെ വാക്കുകൾ രൂപീകൃതമാകേണ്ടത്, ബലപ്പെടേണ്ടത് നമ്മുടെ പ്രായോഗിക തലങ്ങളിലൂടെയാണ്. വാക്കുകൾ പ്രായോഗിക തലത്തിൽ നിന്ന് രൂപപ്പെടുന്നതാകുമ്പോൾ മാത്രമേ അത് ക്രിസ്തുവിനോട് രമ്യതപ്പെട്ടു നിൽക്കൂ. ഇത്ര മാത്രമേ ഉള്ളൂ. ആരൊക്കെയോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആരൊക്കെയോ നമ്മുടെ സാന്നിധ്യത്തെ കൊതിക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം, അവരുടെ സാന്നിധ്യത്തിലേക്ക് പോകാം. അവരുടെ അവസാന മൊഴിയായി നമ്മുടെ ചെവിനാമ്പുകളിൽ മുഴങ്ങട്ടെ, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. മെൽവിൻ്റെ വാക്ക് ഒരു പാഴ്വാക്കല്ല, അത് ദൈവവചനത്തിൻ്റെ കാതലായൊരു പദമാണ്. ആരൊക്കെയോ നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നീ ഒരു നല്ല സമറിയാക്കാരനാകാനുള്ള ക്ഷണമാണ് ജീവിതത്തിൻ്റെ പാതയിൽ ദൈവം തരുന്ന ഇപ്രകാരമുള്ള ചില സാന്നിധ്യ അനുഭവങ്ങൾ. സാന്നിധ്യ അനുഭവങ്ങൾക്ക് നാം നൽകുന്ന പ്രാധാന്യത്തിന് ആത്മീയത എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ ചൈതന്യമുള്ളതായിട്ട് മാറും. ദൈവം വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നവനല്ല, മറിച്ച് ഈ മണ്ണിൻ്റെ മണമുള്ളവനായി നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്. പാവപ്പെട്ടവൻ്റെ രോദനങ്ങളിലേക്ക് നമ്മുടെ ചെവി തായ്ക്കുമ്പോൾ, വിശക്കുന്നവന് നമ്മൾ അന്നം വിളമ്പിക്കൊടുക്കുമ്പോൾ, വസ്ത്രമില്ലാത്തവന് നാം വസ്ത്രമായി തീരുമ്പോൾ, നാം അറിയാതെ ക്രിസ്തുവിനെ തന്നെയാണ് പരിചരിക്കുന്നതെന്ന ബോധമുണ്ടാവണം. ദൈവത്തെ തന്നെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നതെന്ന ബോധമുണ്ടാവണം. കാത്തിരിക്കുന്നൊരു ദൈവം ഈ ലോകത്തിൽ എവിടെയൊക്കെയുണ്ട്. അത് നിസ്സാരങ്ങളായിട്ട് കരുതുന്ന സാഹചര്യങ്ങളിലാവാം, നമുക്ക് അവഗണിക്കാൻ തോന്നുന്ന സാഹചര്യത്തിലും അനുഭവത്തിലുമാകാം. മക്കളെ, കഴിയുന്ന വിധത്തിൽ ഇന്നത്തെ സഞ്ചാരപഥത്തിൽ ആരൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ ഈ പ്രഭാതത്തെ നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ പാതകളിൽ കണ്ടുമുട്ടുന്നവർ നമ്മുടെ സാന്നിധ്യത്തെ കൊതിക്കുന്നുണ്ട് എന്നുള്ള തീഷ്ണതയുണ്ടാവാം. മക്കളെ, ബന്ധങ്ങൾ സമയങ്ങളിൽ ബന്ധിതമാകരുത്, മറിച്ച് ബന്ധങ്ങളെ സമയാതീതമായൊരു യാഥാർത്ഥ്യമായി കാണാൻ, സമയങ്ങളെ അതിജീവിക്കുന്ന യാഥാർത്ഥ്യമായി കാണാൻ ആത്മീയത നമ്മളെ ഉണർത്തട്ടെ. ഇതൊരു ആത്മീയതയാണ്. മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്ന സമയം, അവരുടെ ജീവിതത്തിൽ നാം സാന്ത്വനമാകുന്ന സമയം, അത് നമ്മുടെ നാളെയുടെ ജീവിതത്തിൽ വലിയ ആത്മീയാഘോഷമായി ഉള്ളിൻ്റെ ഉള്ളിൽ സ്പന്ദിച്ചു നിൽക്കും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.